ഞാൻ ഇജ്ജ് എന്നെ കണ്ടിട്ട് ഇങ്ങനെ നിക്കാണ്. എന്നിട്ട് ഉണ്ടാക്കാൻ പോയതാ. എന്നോട് പറയാം എമ്മ അതിന് കത്തിക്കാനൊന്നും ഇല്ലാന്ന്. ഇതാ ഇജ്ജ് എവിടുന്നാ കൊണ്ടിരുന്നേ? ആ പാടത്തുനിന്നൊക്കെ. എന്നാ പോലെ തോനെ കൊടുന്നൂടെ കുഞ്ഞാപ്പോ? തോനെ എടുത്താലേ തലവേദന പിടിക്കും. എന്നാൽ തന്നെ തോനെ ഓലമടലും ഇതൊക്കെ തലയിൽ വെച്ച് കൊടുത്തിട്ട് തലവേദന പിടിച്ചിരിക്കണ്. ഇറക്കിയച്ചാളജി ഞാനാ അന്നവിടെ കാത്തിക്കായിരുന്നു. അല്ല ഇന്നലെ പിന്നെ എന്തായി പിന്നെ ഓണക്കളിയൊക്കെ? ഓണക്കളി അല്ലാത്ത കളി എന്നോട് പറഞ്ഞിട്ട് കറുപ്പേട്ടൻ വല്ലാത്ത വിളവനാട്ട കറുപ്പേട്ടൻ എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പോ ഓണക്കളി ഉണ്ടാവും ഓണത്തിന് പോരേണ്ട് അന്റെ പേരൊക്കെ വന്നിക്കണ് മെസ്റ്റോളില് ഞാൻ പറഞ്ഞു. എന്നോട് പറയാ ഞാൻ എന്നാ വിചാരിച്ചു ഓണക്കളി ഉണ്ടാവുമ്പോ പായസം ചോറൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ചെന്നേക്കുമ്പോ ഒരു ഓണത്തിന്റെ എങ്ങനെ കളിക്കാനുള്ളത് കളിക്കല്ലേ. എന്നിട്ട് ഇജ്ജി അവിടുന്ന് പോയില്ലേ? ഇജ്ജി പോയതിന് ശേഷം ആ പെണ്ണുങ്ങൾ ഇന്നെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് എന്ത് സ്റ്റെപ്പ് ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല. സ്റ്റെപ്പ് തെറ്റിച്ച് സ്റ്റെപ്പ് എടുത്തെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണുങ്ങൾ എല്ലാരും കൂടി എന്നോട് പറയാ ഇന്നെ വടിയിട്ട് അടിച്ചിട്ട് ഞാൻ അടിക്കാൻ വന്നു. ഏതോ വളവ ഞാൻ ഓട്ടത്തിലൊക്കെ ബസ്റ്റല്ലേ ഞാൻ ഓടി കഴിച്ചിലായി. ചവിട്ടിന്നാലോ പറഞ്ഞേ അതിനൊക്കെ കളിക്കണ്ടേ? എല്ലാരും കൂടി കൂട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കുമ്പോ എനിക്ക് സ്ഥലം തരില്ലടാ. ഓരൊക്കെ എന്താ വളവത്തിയോള് ഓരൊക്കെ അവിടുന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുക. എനിക്കൊന്നൊരു കുറച്ച് സ്ഥലം നന്നക്ക് ഡാൻസ് കളിക്കണ്ടേ? പറഞ്ഞ ഒരു കൂട്ടിയതിട്ടാ ഇജ്ജി പോയില്ലേ? അപ്പൊ അറിയാ ഈ വാവാന്റെ കാലാണ് ഞങ്ങൾ കൂട്ടിയത്. വാവാണ്ട് പോവുകയും ചെയ്തു. ഈ ചെക്കനാണെങ്കിൽ കാലിന് പിന്നെയും ചവിട്ടന്നെ അറിയാം. എന്നിട്ട് ഇങ്ങനെ അടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ വരയ്ക്കാനും ഉമ്മാനോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു. ഞാൻ എന്നിട്ട് പിന്നെ പണി 5 മണിക്കല്ലേ പണി വരാൻ പറ്റുള്ളൂ. മോനെ ഇടങ്ങറായി. ഞാൻ ഞാൻ തൊഴിലുറപ്പിന് ഞാൻ പോകൂല. ഇന്നലെ എനിക്ക് പോവാൻ തോന്നിയത് ഈ കളി കാരണല്ലേ കർപ്പട്ടൻ പറഞ്ഞ കാരണം. ഞാൻ കർപ്പട്ടൻ പറഞ്ഞ പായസം ചോറൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ഓര് പറയാം എന്ത് ചോറും പായസവും ഇത് ഓണത്തിന് കളിക്കാനുള്ളതാണ്. ഞാൻ കണ്ടു പറയാം രാവിലത്തെ ചായകളി ഒന്നും കൊണ്ടുപോയില്ല. ചോറൊന്നും കൊണ്ടുപോയില്ല. പാവ എന്നിട്ട് അവര് ആ മാളേച്ചക്ക് ചോറ് തന്നത്. അതാ ഞാൻ ഉച്ചക്ക് തിന്നത്. ഒരു കൊണ്ട ചോറ്. ഈ കർപ്പാന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ പോയടാ പായസം ചോറ് കിട്ടുന്നത് കിട്ടിയില്ലട്ടാ. ഇനി മോനെ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോഴൊന്നും പോകില്ല. ഞാൻ അടുത്ത കൊല്ലം പോവുള്ളൂ. ഒരു മോന് ഞാൻ ഇടങ്ങാറായിക്കണ്. ഒരു സ്ഥലത്തുനിന്ന് രാവിലെ ഫോട്ടോ എടുക്ക. എന്നിട്ട് ഏതോ ഒരു ഊക്കിൽ പോയി പണിയെടുക്ക. എന്നിട്ട് ഉച്ചക്ക് നടന്നു വരിക. എന്നിട്ട് അവിടുന്ന് പിന്നെയും ഫോട്ടോ എടുക്ക. എന്നിട്ട് പിന്നെ അങ്ങനെ പണിക്ക് പോവാ. എന്തൊരു ബുദ്ധിമുട്ടെന്നറിയാ. സമയം കഴിയൂലേ ഇങ്ങനെ അളന്നിട്ട് ഇങ്ങനെ വലിയ വണ്ടൊക്കെ കെട്ടിട്ട് അളന്ന് കൊടുക്കണം. ഇക്കാണെങ്കിൽ ഊരവേന ചെയ്തിട്ട് ഞങ്ങളെ ഈ ഭാരതം പറമ്പിൽ തന്നെ ഞാൻ കർക്കലേ ഇയാൾക്ക് ഉമ്മ ചെയ്യല്. ഞാൻ കുറച്ചൊക്കെ ചെയ്യും. കണ്ടില്ല ഇവിടുത്തെ പുല്ലൊക്കെ ഉമ്മ ചേട്ടാ അരിമാക്ക് എന്താ ഇമ്മ എപ്പോഴും പറയും ആൾക്കാരെ കൊണ്ട് പറമ്പിക്കാൻ പുല്ലൊക്കെ വളർത്തിക്കാണ്. പുല്ലൊക്കെ ചെത്തിക്കൂടാ ആണല്ലേന്ന്. വെച്ചില്ല മറ്റേ ചേച്ചി ആ ചേച്ചി ഒക്കെ ഞങ്ങൾ പണിക്കുറിച്ച് പണിയെടുക്കണ്ടല്ലോ. ഓരൊക്കെ ആണായിട്ടാണ് അവര് നല്ല പണിയെടുക്കും. അവരൊക്കെ അതേമാതിരി ഇമ്മാക്ക് ഈ പുല്ല് എത്തിയാ പോരെ. അങ്ങനല്ലല്ലോ കുഞ്ഞാപ്പോ. ഇയാണെങ്കിൽ പുറത്ത് പണിക്കും പോവില്ല, വീട്ടിലത്തെ പണി എടുക്കൂല. അങ്ങനത്തെ ഈ ഇവിടെ പന്ത കെട്ടി കിടക്കണ്ടില്ല. അതൊക്കെ ഒന്ന് ചെത്തിക്കൂടെ? ഇത് നല്ല ചെടിയല്ലേ കുട്ടിക്കാട് പോലത്തെ ചെടിയല്ലത്. എന്തോ പുലിപ്പാണ് ഇത്. കാഞ്ഞത്തിന്റെ ഇതാവുണ്ട് വള്ളിയുണ്ട് എന്തിനാണ് അറിയില്ല. ഞാനേ ഇമ്മ വരുമ്പോ കത്തിക്കാല്ലോ. അവിടുന്ന് വർത്താനം കെട്ടിന്നല്ലോ ഉമ്മ അവിടെ. ഉമ്മ അവിടെ ഒന്നുമില്ല. അവിടുന്ന് അപ്പുറത്താവൂല്ലേ? അത് അടുത്തുള്ള പെരയുന്ന അരിയുണ്ടാവും. അല്ല ഉമ്മ എടുക്ക പോയി. എന്നിട്ട് ഉമ്മ രാവിലെ പോണ ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഉമ്മ പോയിട്ട് കഷ്ടാണ്. എന്ത് പെരയത്തെ കാര്യം. ചോറും അരിയൊക്കെ രസം കാലം കിട്ടിയാൽ മീനും ഇതൊക്കെ വാങ്ങണ്ടേ. മീന് എന്നോട് പറയാം മീനില്ലാതെ ചോറ് ഇറങ്ങില്ല. ഇപ്പൊ മീനൊക്കെ വില കുറവല്ല കുഞ്ഞാപ്പോ. ഒരു 50 രൂപ മീൻ വാങ്ങി കുറേ ഉണ്ടാവില്ല. ചോറ് ഇറങ്ങില്ല അമ്മക്ക്. ഇക്കങ്ങ് പൊച്ചമീൻ അനക്കാണെങ്കിൽ ഒന്നും വേണ്ടല്ലേ. പൊച്ചമീൻ വേണം. ഉമ്മാക്കറിയാം മീനിന്റെ ചാറ് മതിക്ക്. ഉമ്മാക്ക് മീനിന്റെ ചാറിനെ കൊടുക്കുള്ളൂ. വെട്ടി പോണുപോലെ. പിന്നെ അല്ല ഇജിപ്പ എന്താ തിന്നത്? ആകെ പോട്ടെ രാവിലെ ചോറ് കഴിച്ച്. അല്ല നിക്ക്. അല്ല ഇനി എന്താ അവിടുന്ന് കൊണ്ടുവരണ്ടാ? എന്താണ് എനിക്ക് ഇനിയിപ്പോ ഓണത്തിന്റെ പരിപാടി ഉണ്ടാ?
ഇനി ഓണപ്പ ഓരിപ്പോ ഇതിങ്ങനെ പഠിക്കുക അത്രേ. ഇനി ഓർക്ക് എവിടെ ഓണായിട്ട് അവിടെ എല്ലാവർക്കും എന്താ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും അത്രേ. അപ്പൊ എന്നോട് ജാനുവെച്ച് അന്ന് പായസമൊക്കെ ഉണ്ടാവുമായിരുന്നു. അന്ന് എന്തായാലും പോണം. ചോറൊക്കെ തിന്നാലല്ലേ കളി ഉണ്ടാവോ? ഞങ്ങള് ഓണത്തിന് പോണം. ബേബി ചേച്ചിങ്ങളൊക്കെ പോകുന്നുണ്ട് ഓണായിട്ട്. ശനിയാഴ്ച പോവും. അന്ന് പായസം കുടിക്കണം. അവിടെയും പായസം ഉണ്ടാവും അല്ലേ? ഞാനും വരുന്നാ. ചേച്ചിനോട് പറഞ്ഞാളെ ഞാനും വരും തന്നെ. നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അല്ലേ അല്ലേ? ഞാൻ പോട്ടടാ. നീ എപ്പളാ കാണുക? ഞാൻ കൊണ്ടുവച്ചിട്ട് അല്ല ചോദിക്കട്ടെ, എപ്പളാ കാണുക? വൈകുന്നേരം കാണാടാ. ഞാൻ വീടിന്റെ അവിടെ വീടിന്റെ രണ്ട് വരണ്ടിട്ടാ. എന്നാ പോയിക്കോ.